മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ മുഖം കർണൻ്റെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് കർണൻ? പല യുഗങ്ങളായിട്ട് ആ പേര് ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. അതിനോടൊരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ആൾക്കൊരു ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാണ് കർണൻ? അതിന് ഒറ്റ ഉദാഹരണമുള്ളൂ. അദ്ദേഹം ചെയ്തിട്ടുള്ള വീരശൂര പരാക്രമങ്ങളും മാറ്റി നിർത്തിയാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ, ദാനങ്ങൾ, ധർമ്മങ്ങൾ, ഇതൊക്കെയാണ് കർണൻ എന്നുള്ള പേരിന് ഇപ്പോഴും ഈ സമൂഹത്തിലൊരു വാല്യൂ ഉള്ളത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു യുഗപുരുഷനെ എന്തുകൊണ്ടായിരിക്കും സാക്ഷാൽ ശ്രീകൃഷ്ണൻ അർജുനനോട് ചതിച്ചു കൊല്ലാൻ വേണ്ടി പറയുന്നത്? അതിൻ്റെ കാരണം എന്താണ്? സാക്ഷാൽ ദൈവത്തിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെ പറയുന്നുണ്ടെങ്കിൽ കർണൻ ചെയ്തുള്ള തെറ്റ് എന്താണ്? ഇത്രയൊക്കെ ധർമ്മം ചെയ്തിട്ടും ഇത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും ആ മനുഷ്യനൊരു ദാരുണമായിട്ടൊരു അന്ത്യം ഈ ദൈവം കൊടുത്തത് എന്തുകൊണ്ടാണ്? ഞാൻ കുറേ പേരെ സഹായിക്കുന്നുണ്ട്, കുറേ പേർക്ക് ദാനം കൊടുക്കുന്നുണ്ട്, അവർ ആവശ്യ ഘട്ടങ്ങളിൽ ഞാൻ പോയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിന്നിട്ട് പോലും എൻ്റെ പാത, എൻ്റെ റൂട്ട് തെറ്റായിട്ടുള്ളൊരു വഴിയിലേക്കാണെങ്കിൽ, ഞാൻ തെറ്റുകാർക്ക് കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം തെറ്റുകാരാണെങ്കിൽ ഞാൻ ചെയ്യുന്നതും തെറ്റായിട്ട് തന്നെയാണ് മാറുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് കർണൻ ചെയ്തിട്ടുള്ള നന്മകളെല്ലാം മാറ്റി നിർത്തിയിട്ട് അയാൾ ചെയ്ത തെറ്റ് ദുര്യോധൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് കർണൻ ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അനീതി കാണുമ്പോൾ അത് എതിർക്കാതിരിക്കുന്നത് അധർമ്മമാണ് എന്നാണ് ഗീതയിൽ പറയുന്നത്. ആ ഒരു അധർമ്മമാണ് സാക്ഷാൽ കർണൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കർണന് യുദ്ധത്തിൽ ദാരുണമായിട്ടുള്ള അന്ത്യം നേരിടേണ്ടി വന്നത് എന്നാണ് അതെന്ന് മനസ്സിലാവുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, നമ്മൾ എന്തൊക്കെ നല്ല ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ തെറ്റായിട്ടുള്ള ആളുകളാണെങ്കിൽ, നമ്മൾ ആ അനീതിയോട്, അവർ ചെയ്യുന്ന ആ അനീതിയെ എതിർത്തില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാണ്, നമ്മൾ അധർമ്മികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ട് നല്ല ആളുകളുമായി കൂട്ടുകൂടുക. നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവം, അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിലയിരുത്തിക്കൊണ്ട് വേണം ഒരു സുഹൃത്തിനെ പോലും തിരഞ്ഞെടുക്കാൻ പാടൂ എന്നുള്ളതാണ് ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം. അയാൾക്കൊരു അപമാനം സംഭവിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന സമയത്ത് അയാൾ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ദുര്യോധനൻ. ആ വ്യക്തിയോടുള്ള സ്നേഹവും കൂറും ആത്മാർത്ഥതയാണ് അയാൾ ധർമ്മമായി കണ്ടത്. കർണൻ ധർമ്മമായി കണ്ടത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, താങ്കൾ ധർമ്മം എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ധർമ്മമല്ല. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന്. അതിനർത്ഥം നിങ്ങൾ നല്ല സുഹൃത്തുക്കളുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ നടക്കുകയുള്ളൂ. നിങ്ങൾ ചീത്ത കൂട്ടുകെട്ടിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളും ചീത്തയാണ് എന്നാണ് എൻ്റെ അർത്ഥം. മുല്ലപ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അതുകൊണ്ട് നന്മ ചെയ്യുക, നിങ്ങളുടെ ചുറ്റുപറ്റുള്ളവരെല്ലാം നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക, അത്തരം ആൾക്കാരുമായി കൂട്ടുകൂടുക. ലൈഫിൽ അതൊരു ലെസനാണ്, ഒരു പാഠമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. നോട്ട് ഓൺലി ഭഗവത്ഗീത, ഖുർആനിലും ബൈബിളിലും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. നന്മ ചെയ്യുക, ആർക്കും തിന്മ ഉണ്ടാക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണാം.